ഹായ്, ഇന്ന് നമുക്ക് പെരിഫറൽ ന്യൂറോപ്പതിയുടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The nurse is performing an assessment on a client. Which of the following findings would support a diagnosis of peripheral neuropathy in the lower extremities? Options. Option A, abnormal gait. Option B, absent or decreased pulses. Option C, swelling around the ankles. And option D, decreased hair growth. ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, അബ്നോർമൽ ഗെയ്റ്റ്. നമ്മുടെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും പുറത്തുള്ള നെർവ്സ് ഡാമേജ് ആകുന്നതിനെയാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഈ നെർവ്സ് ആണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബാക്കിയുള്ള ബോഡി പാർട്സിനെ കണക്ട് ചെയ്യുന്നത്. ഇത് ഡാമേജ് ആവുമ്പോൾ ടിംഗ്ലിംഗ് ആൻഡ് നംനെസ്, അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ടു ടച്ച്, ബേണിംഗ്, ഷാർപ്പ് പെയിൻ, ബാലൻസിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ പെരിഫറൽ ന്യൂറോപ്പതിയുടെ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്, അബ്നോർമൽ ഗെയ്റ്റ്. ഇവിടെ ബാക്കി ഓപ്ഷൻസ് എങ്ങനെ തെറ്റായെന്ന് നോക്കാം. ഓപ്ഷൻ ബി, ആബ്സെൻറ്റ് ഓർ ഡിക്രീസ് പൾസസ്. ഇത് സംഭവിക്കുന്നത് ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസിയിലാണ്, അതായത് ആർട്ടറീസ് നാരോ ആകുമ്പോൾ സംഭവിക്കുന്നതാണ്. അതുപോലെ ഓപ്ഷൻ സി, സ്വെല്ലിംഗ് അറൗണ്ട് ദ ആങ്കിൾസ്. ഇത് വീനസ് ഇൻസഫിഷ്യൻസിയിലാണ് സംഭവിക്കുന്നത്. ദെൻ ഓപ്ഷൻ ഡി, ഡിക്രീസ്ഡ് ഹെയർ ഗ്രോത്ത്. ഇതും ആർട്ടീരിയൽ ഇൻസഫിഷ്യൻസിയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, അബ്നോർമൽ ഗെയ്റ്റ്.